അറബിക്കടലിന്റെ നടുവിൽ വെച്ച് എഞ്ചിൻ നിലച്ചുപോയ ഇന്ത്യൻ ചരക്ക് കപ്പലിനും അതിലെ ജീവനക്കാർക്കും രക്ഷകരായി പാകിസ്ഥാൻ നാവികസേന. ഗുജറാത്തിലെ പോർബന്ദിൽ നിന്നും ഒമാനിലെ മസ്കറ്റിലേക്ക് ചരക്കുകളുമായി പോയ MV ഗൗതം എന്ന കപ്പലിനാണ് പാക് സേന തുണയായത്. രാഷ്ട്രീയമായ ശത്രുക്കൾക്കിടയിലും കടലിലെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കടലിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ തിരമാലകൾക്കിടയിൽപ്പെട്ട് ദിശ തെറ്റി ഒഴുകാൻ തുടങ്ങി. ഇതോടെ കപ്പലിൽ ഉണ്ടായിരുന്ന 6 ഇന്ത്യക്കാരനും ഒരു ഇന്തോനേഷ്യൻ പൗരനും അടക്കം 7 ജീവനക്കാർ വലിയ അപകട ഭീഷണിയിലായി. കപ്പലിലെ ജീവനക്കാർ ഉടൻ തന്നെ അടിയന്തര സഹായ അഭ്യർത്ഥന പുറപ്പെടുവിക്കുകയായിരുന്നു. മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലാണ് സഹായത്തിനുള്ള സന്ദേശം ആദ്യം എത്തിയത്. കപ്പൽ നിലവിൽ പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിക്ക് അടുത്തായതിനാൽ മുംബൈ സെന്ററിൽ നിന്ന് ഉടൻ തന്നെ പാകിസ്ഥാൻ നാവികസേന വിവരമറിയിക്കുകയായിരുന്നു. ഈ സമയം അറബിക്കടലിൽ പതിവ് നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ MV ഗൗതമിനെ തേടി കുതിച്ചെത്തി. ജീവനക്കാർക്ക് ആവശ്യമായ കുടിവെള്ളം, ഭക്ഷണം, അടിയന്തര മരുന്നുകൾ എന്നിവ പാക് നാവിക ഉദ്യോഗസ്ഥർ ലഭ്യമാക്കി. എഞ്ചിൻ തകരാർ പരിഹരിക്കാനുള്ള സാങ്കേതിക സഹായങ്ങളും അവർ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. കടലിൽ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ സഹായിക്കണമെന്ന അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പാക് സേനയുടെ ഈ നീക്കം. കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ അറബിക്കടലിൽ വെച്ച് 18 വിദേശ കപ്പൽ ജീവനക്കാരെ പാക് നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. അയൽരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിലും മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തി പാക് നാവികസേന നടത്തിയ ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്.